ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചന മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ളൊരു ചന മസാലയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല 1 കപ്പ് അത് ഞാൻ കുക്കറിലിട്ട് നന്നായി വേവിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. നന്നായി വേവിച്ചെടുക്കുക. അതിങ്ങനെ പൊട്ടി വരുന്ന തരത്തിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടല വന്നിട്ട് 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 5ഓ 6ഓ വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓരോരുത്തരുടെ കുക്കറിൻ്റെ രീതി അനുസരിച്ച് വിസിലിൽ വ്യത്യാസം വരും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 5ഓ 6ഓ വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ആ സമയം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കടുക് വറുക്കാനായിട്ടുള്ള എണ്ണയാണ് വേണ്ടത്. ആവശ്യത്തിന് ഒരു 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർക്കുന്നുണ്ട്. അധികം കരിഞ്ഞു പോകാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലക്കൂട്ട് എല്ലാം തന്നെ ഇതിലോട്ട് ഇടേണ്ടതുണ്ട്. അതിനൊരു ചെറിയൊരു കഷ്ണം ബേ ലീഫ്, പിന്നെ ഒരു ഗ്രാമ്പ്, തക്കോലം, ചെറിയൊരു പീസ് പട്ട, അങ്ങനെ കുറച്ച് നമ്മുടെ ഗരം മസാലയിലുള്ള എല്ലാം ഐറ്റവും ഇതിലോട്ട് ഇച്ചിരി ഇടുക. പെരുംജീരകം ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾ ചെറിയ ജീരകമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്ര ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം ഇടുമ്പോൾ തന്നെ ആ കറിക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വന്നോളും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സവാള ചോപ്പ് ചെയ്തതാണ്. 2 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും സാധാരണ നോർമലി നമ്മൾ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ നീളത്തിനാണ് അരിയാറുള്ളത്. പക്ഷേ ഇത് എന്നിട്ട് നമ്മൾ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തോരത്തിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ചെയ്യുക. ഇനി അതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മൾ കടലയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ സവാളയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പിടുക. അപ്പോൾ ഉപ്പിടുമ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇനി അതിലോട്ട് കുറച്ച് ഇഞ്ചിയാണ്, ഒരല്പം ഇഞ്ചി, ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ കടലയിൽ വിസിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കറിക്ക് എരിവ് ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചിട്ടുള്ള പച്ചമുളക് വേണം ഇടാനായിട്ട്. അതായത് നമ്മളിതിൽ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കുന്നുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലിയാണ്, നമ്മൾ കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു കാശ്മീരി ചില്ലി 1 സ്പൂൺ ലാസ്റ്റ് ചേർക്കും. അത് ജസ്റ്റ് ഒന്ന് കളറിനും ഒരു കൊഴുപ്പ് കിട്ടാനും വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് നിങ്ങളുടെ ആ എരിവിന് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ടുള്ള പച്ചമുളക് മറക്കാതെ ചേർക്കുക. എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട്. നമ്മുടെ എരിവിന് നമ്മൾ വേറെ മുളക് പൊടി ചേർക്കുന്നില്ല. കാശ്മീരി ചില്ലി കളറിനും കൊഴുപ്പിനും വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് നല്ലൊരു ടേസ്റ്റ്, അതായത് ജീരകം ഇടുമ്പോൾ തന്നെ നമ്മുടെ കറിയുടെ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് വേറൊരു ലെവലാവും. അപ്പോൾ നമ്മുടെ കടല ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ഇങ്ങനെ പൊട്ടി വരണം, തൊലിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരണം, അതായത് നല്ല ഫൈനായിട്ട് വേവണം. ആ വെന്ത കടല നമ്മൾ ആ വെള്ളത്തോടു കൂടി തന്നെ ആ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത്ര ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. ഏത് ഫുഡ് ഉണ്ടാക്കിയിരുന്നാലും നമ്മൾ കുക്ക് ചെയ്തിട്ട് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ചൂടുവെള്ളം പച്ചവെള്ളം ആകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അത് ഒന്നേന്ന് തിളച്ച് വരാനായിട്ട് ടൈം എടുക്കും. അതിന് ടേസ്റ്റും മാറിപ്പോകും. മറ്റേത് എപ്പോഴും തിളച്ച വെള്ളം തന്നെ നിങ്ങൾ ചേർക്കുക. ഇനി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇച്ചിരി കളർ കിട്ടാനും കൊഴുപ്പിനും വേണ്ടിയിട്ടാണ്. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഒരു ചന മസാലയുടെ കോമ്പിനേഷൻ മെയിനായിട്ട് നമ്മൾ ഭട്ടൂര ഭട്ടൂര ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. അല്ലാതെ നമ്മൾ നോർമൽ പൂരി, അപ്പം, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷേ നമ്മൾ സാധാരണ ഹോട്ടൽ സ്റ്റൈലെന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും ഭട്ടൂരയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചന മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ എനേബിളാക്കി വയ്ക്കുക. അപ്പോഴേ പുതിയ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.